അടിപൊളി സംഭവം ട്ടാ. എന്താ രസം. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ആ ഞണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം, ഒന്ന് ക്ലീൻ ചെയ്യാം. അത്യാവശ്യം എല്ലാവർക്കും ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം, എന്നാലും ഞാൻ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി മാത്രം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. ഞാനിപ്പം ഗോൾഡ് വിന്നറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, വെളിച്ചെണ്ണ ഉണ്ടാകാതായിരിക്കും ബെറ്റർ. ഇപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ജീരകം, കടുക്, പച്ചമുളക്, അതേപോലെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സവാള ആഡ് ചെയ്യാം. ഇനി അല്പം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, നമുക്കത് ചേർത്ത് കൊടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടട്ടെ. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം.
അപ്പം നമുക്ക് ആ തക്കാളി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഒരു പാനും കൊണ്ട് മൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഒന്ന് സെറ്റാവും, എണ്ണയൊക്കെ തെളിഞ്ഞ്. അതിനുശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. അതേപോലെ മുളക് പൊടി നമുക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എരിവൊന്നുമല്ല കേട്ടോ, ഒത്തിരി സ്പൈസി ഒന്നുമല്ല, എന്നാലും ഷാപ്പിൽ കറിയല്ലേ, അത്യാവശ്യം എരിവാണ്. ഇത് കുറച്ച് പെരിഞ്ജീരകമാണ്, പെരിഞ്ജീരകം പൊടിച്ചത്. അതേപടി കുറച്ച് മഞ്ഞൾ പൊടി. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശരിക്കും ഇളക്കി അതിൻ്റെ ആ റോസ് സ്മെല്ലൊന്ന് മാറട്ടെ. Walking alone, the streets are empty. The only thing I can see is my own city. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളമെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്രാബ് ഇട്ട് കൊടുക്കാം, ഞണ്ട്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna അപ്പം നമുക്ക് ക്രാബെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാൻ എടുത്തു. ഇനി നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടാൻ നോക്കണേ, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പം ഇതൊക്കെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം, അതായത് ചാറ് കൂടുതൽ വേണ്ടവർ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുക. ഞാൻ ഇപ്പം അത്യാവശ്യം വെള്ളം ചേർക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ ഗ്രേവി നല്ല തിളച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പം ഞാൻ തുറന്നു. നല്ല കുക്കായി നല്ല സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വാങ്ങി അത്യാവശ്യം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. വേണ്ടവർ അല്പം മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. അത് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ. ഞാൻ ചേർത്തിട്ടില്ല. എൻ്റെ ഇപ്പം മല്ലിയിലയും പുതിനയിലയും തീർന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇപ്പോൾ കറിവേപ്പില മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം എല്ലാവരും സ്റ്റേ സേഫ്. എല്ലാവരുടെയും പ്രാർത്ഥന ഓർക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട